ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണില്ലേ? അപ്പോൾ 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ റൂമിൽ കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഐഷുമ്മ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങാമെന്ന് കരുതിയിട്ട് പാത്തുവിനെ വിളിച്ചിട്ട് അങ്ങനെ പുറത്തിറങ്ങിയിട്ടുള്ളതാണ്. ഏതായാലും ഇറങ്ങിയല്ല, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഫ്ലാറ്റൊക്കെ കാലി ഉണ്ടോയെന്ന് നോക്കാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടെ അങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ പോയി നോക്കിയ ഫ്ലാറ്റൊക്കെ അങ്ങനെ പോയിട്ടാണ്. കാരണം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇനിയും സമയമുണ്ടല്ലോ. കറക്റ്റ് ഒരു 1.5 മാസം കൂടെ ഇനിയും ഉണ്ട് നമ്മളെ എഗ്രിമെൻറ്റ് കഴിയാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മളിപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റ് കഴിയാണ്ട് വേറെ ഫ്ലാറ്റിക്ക് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ റെൻറ്റ് കൊടുക്കണം. നമ്മൾ ഇനി പോണോടത്തും റെൻറ്റ് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മളൊരു ഫ്ലാറ്റ് എടുക്കുമ്പോൾ കുറേ റൂൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ നല്ലൊരു എമൗണ്ട് തന്നെ വേണം. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മളെ എഗ്രിമെൻറ്റ് കഴിയുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങാമെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളവിടെയൊക്കെ സിംഗിൾ ബെഡ് കുറവാണ് കേട്ടോ. സിംഗിൾ ബെഡ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നടന്നെങ്കിലേ കിട്ടുള്ളൂ. ഇപ്പോൾ ഇക്ക ഷോപ്പിൽ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇക്കാക്ക് അതിന് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒഴിവില്ല. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ നോക്കുകയാണ്. പോയി നോക്കിയിട്ട് നാത്തൂർമാരെ നമ്പർ വാങ്ങിച്ചിട്ട് അവരെ അങ്ങനെ ഇക്ക വിളിക്കലാണ്, അറബാബിനെ. അപ്പോൾ ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ നടക്കുകയാണ്. വഴിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഞങ്ങൾ അവിടെ സ്റ്റെക്കാവും. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഇവിടെ ഒരു കിളി ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു കിളി. അതിനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, റൂം കൊണ്ടുപോകാനൊന്നുമല്ല, ജസ്റ്റ് എനിക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുകയാണ് കേട്ടോ. പക്ഷേ വരുന്നില്ല, പേടിച്ചിരിക്കണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതായത് അവിടെ പിന്നെ കുറേയൊക്കെ നോക്കിയിട്ട് പിന്നെ വേണ്ടാന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടാ. എനിക്ക് കിളികളൊക്കെ തൊട്ട് വെക്കണതും പൂച്ചനൊക്കെ തൊട്ട് വെക്കണതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ എന്തായാലും അതിനൊന്നും തൊട്ട് വെക്കാനൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നേ. അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഈ ഒരു മോൻ്റെ ന്യൂസ്. അപ്പോൾ ഈ മോൾക്ക് ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാൻ പറ്റൂല. പക്ഷേ ഈ ഒരു അവരെ അനിയൻകുട്ടീനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. 2 വയസ്സിനുള്ളിൽ ഈ ട്രീറ്റ്മെൻറ്റ് കിട്ടണം. അതായത് SMA എന്ന് പറയുന്ന ഒരു അസുഖമാണ് കേട്ടോ. അതായത് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഈ അസുഖത്തിന് 2 വയസ്സിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണെങ്കിലോ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വരുന്ന ചിലവ് എന്ന് പറയുന്നത് 18 കോടി രൂപയാണ്. നമുക്കൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു എമൗണ്ടാണ്. നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്കും ഒരിക്കലും നമുക്കൊന്നും ചിന്തിച്ച് നോക്കാൻ പറ്റാത്ത വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ അതിന് നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടെങ്കിലും ഒരു 10 രൂപയെങ്കിലും ഒരാളെ കൊണ്ട് അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു ഉപകാരമായിട്ടുള്ളൊരു കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇവരെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് ആരെക്കൊണ്ടെങ്കിലും 1 രൂപയെങ്കിലും ഗൂഗിൾ പേ വഴി സഹായിക്കാൻ പറ്റിയാൽ അതൊരു നല്ല കാര്യമല്ലേ. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഒരു തുക ഞാൻ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടിരിക്കണവരൊക്കെ ഉണ്ടാവും കേട്ടോ. അവരെ കൊണ്ടൊന്നും ചിലപ്പോൾ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. അവർക്കൊന്നും ഞാൻ ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. നിങ്ങൾ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊരു സഹായം എത്തിച്ചു കൊടുക്കുക കേട്ടോ. അതൊരു ഉപകാരമായിട്ട് ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ ഒക്കെ പോയി നോക്കി വന്നിട്ട് അപ്പോൾ അതിൽ നമുക്ക് സെറ്റായിട്ടുള്ള റൂംസൊന്നും കിട്ടിയില്ല, നാത്തൂർമാരൊന്നും കണ്ടില്ല. അങ്ങനെ പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞാൻ അങ്ങനെ എണീറ്റ് മുട്ട റോസ്റ്റും പിന്നെ അപ്പം കൈപ്പത്തിരി ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട റോസ്റ്റ് ഇപ്പോൾ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രിക്കൊക്കെ കൂടെ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. കേട് വരില്ല കേട്ടോ. നമ്മളെ റൂമിൽ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കേട് വരാറില്ല. കോഴിമുട്ട പുഴുങ്ങിയത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കും, മസാല വേറെ ആക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ അതിലേക്ക് വേണ്ടിയ ഉള്ളിയും തക്കാളിയൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. രാത്രിക്കും കൂടെ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഇത്രയും അധികം എടുത്തിട്ടുള്ളത്. 4 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, വേപ്പില, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചതുണ്ട്. ഏതായാലും ഞാനിത് ഉള്ളിക്കൊന്ന് തൊലിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി അങ്ങോട്ട് വൃത്തിയാക്കണം. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ അതൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഏതായാലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല ചൂടായ കാരണം അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം പിന്നെ തക്കാളിയും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കും. പിന്നെ കോഴിമുട്ട പുഴുങ്ങിയത് നമ്മൾ കഴിക്കാൻ നേരത്തെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഞാൻ പല രീതിയിലും ഉണ്ടാക്കലുണ്ട് കേട്ടോ.
ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഞങ്ങൾ ചാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ടാക്കിയിട്ടാ. ഞാൻ പറഞ്ഞില്ല, തട്ടി കൂട്ടിയിട്ട് അവിടെ ഇവിടെ ഇട്ട വീഡിയോ ഒക്കെ എടുക്കണത്. ഒരു ഓർഡറിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ചൂടുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, ഞാനിത് നമ്മളെ എന്താണ് ഇതിന് ചുരങ്ങാന്നറിയില്ലേ, ആ സംഭവമാണ് കറി ഉണ്ടാക്കുന്നത്. അത് ആദ്യം ഒന്ന് കടുകിട്ട് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് അങ്ങോട്ട് വേവിച്ചതിന് ശേഷം പിന്നെ തേങ്ങ, തൈരും, ചെറിയ ജീരകവും ചെറിയുള്ളിയും പച്ചമുളകും കൂടെ അരച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യും. വല്ലാണ്ട് തിളപ്പിക്കരുത്, ഇല്ലാണ്ടെങ്കിൽ എന്താണെന്നറിയോ, നല്ലോണം തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ തൈരും എല്ലാം കൂടെ ഒന്ന് അങ്ങോട്ട് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കുറച്ചൊന്നും അങ്ങോട്ട് ചൂടാക്കിയിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്യണം. ചെറുതായിട്ടൊരു തിളക്കണ അങ്ങോട്ട് സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്യണം. അപ്പോഴേ കറി കട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെ ഇനി മീൻ പൊരിക്കണം. മീൻ ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ മസാല ആക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് അങ്ങോട്ട് പൊരിക്കണം. പിന്നെ ഈത്തപ്പഴം മാങ്ങയും കൂടെ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നല്ലോ അന്ന്, അപ്പോൾ അത് ഇരിക്കുന്നുണ്ട്. നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ചൂട് കാരണം ഞാൻ പിറ്റേ ദിവസം തന്നെ നോക്കിയപ്പോൾ നല്ലോണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അത് നല്ല സൂപ്പറായിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ അങ്ങനെ ഇട്ട് നോക്കലില്ലാണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളിയാണ് ആ ഒരു അച്ചാർ കഴിക്കാൻ. അപ്പോൾ എന്താ, അപ്പോൾ ഇന്നിപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടാക്കണുള്ളൂ. കറി കൂടുതലായിട്ടൊന്നും കിച്ചണിൽ അങ്ങനെ നിൽക്കുന്നില്ല. പിന്നെ എന്താ പറയുക, പിന്നെ നിങ്ങളെ കൊണ്ട് ആരെക്കൊണ്ടെങ്കിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ കുട്ടികളെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണം കേട്ടോ. ആ മോളെ ഇനി എന്താ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. പക്ഷേ മോനക്കിപ്പോൾ 1.5 വയസ്സാണ്. ആ 2 വയസ്സാകുമ്പോഴത്തേക്കിന് ആ ട്രീറ്റ്മെൻറ്റ് കിട്ടണം. അപ്പോൾ നമുക്കിനി ഒരു 3-4 മാസം കൂടെയാണ് ഉള്ളത്. ആ സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ശ്രമിച്ചാൽ ആ കുട്ടീനെ നമുക്ക് ഒന്ന് ഓടിച്ചാടി നടക്കാനും അവരെ കാര്യങ്ങൾ തന്നെ സ്വന്തം ചെയ്യാനൊക്കെ ഒന്ന് ആക്കാൻ പറ്റിയാലോ എന്ന് കരുതിയിട്ടാട്ടോ ഞങ്ങളോട് ഷെയർ ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ ചാടിയൊക്കെ കഴിഞ്ഞ് ഷോപ്പിലും പോയി. ഞാനിങ്ങനെ നമുക്ക് റൂമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂമിൽ നോക്കിയപ്പോൾ ഇവിടുന്ന് നമ്മളെ ഷോപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ കാണുന്നത് നമ്മളെ ഷോപ്പാണ്. അപ്പോൾ കുറച്ച് കാണുന്നുള്ളൂ. ഇത് 6ാമത്തെ നിലയിലാണ് കേട്ടോ. ആ കാണുന്നൊരു വൈറ്റ് ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ പോയി നോക്കിയിരുന്നു കേട്ടോ. ഇന്ന് ഐഷും ഭാഗത്തൊന്നും ഇല്ലാണ്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ റൂം നോക്കാൻ വേണ്ടിയിട്ട്. ഇക്കാക്ക് ഒഴിവില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. ഇവിടെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല രസം അതൊക്കെ കാണാൻ. അതിലിടയ്ക്ക് നമ്മളൊരു സബ്സ്ക്രൈബർ കണ്ടിട്ട സബ്സ്ക്രൈബറെ അവിടെ ഉണ്ട്. സന്തോഷമായി. ഇടയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴേ ആരെങ്കിലൊക്കെ കാണലുണ്ട്. അതേപോലെ തന്നെ എന്നോട് കുറേ പേര് ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്തെല്ലാം ഷൂട്ട് ചെയ്യല്ലേ, ക്യാമറയാണെന്നൊക്കെ. ഞാൻ ക്യാമറയിലല്ല കേട്ടോ, ഞാൻ iPhone XS Max ആണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് iPhone XR ആയിരുന്നേ. അത് 256 GB ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 4Kയിലൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഫുള്ളാവുമായിരുന്നു. അങ്ങനെ പിന്നെ എനിക്കിപ്പോൾ ഇക്ക വാങ്ങി തന്നതാണ് ഈ ഒരു ഫോണ്, iPhone XS Max. അത് 512 GB ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണത്. അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ കുറേയൊക്കെ വീഡിയോ എടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇടയിലിടയിൽ ഞാനിങ്ങനെ വീഡിയോസ് ഡിലീറ്റ് ആക്കി കൊടുക്കും, കാരണം പെട്ടെന്ന് മെമ്മറി ഫുള്ളായി പോവും. അപ്പോൾ ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യണത്, ക്യാമറ ഒന്നുമല്ല. പിന്നെന്താ, എഡിറ്റിങ് എങ്ങനെയെന്ന് ചോദിക്കലുണ്ടായിരുന്നു ചിലരൊക്കെ. എഡിറ്റ് ചെയ്യണത് iMovie എന്ന് പറയുന്നൊരു ആപ്പിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ iPhone തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ക്ലിയർ ഉള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഫോണായാൽ മതി. ഞാൻ ഇതിലാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ വീഡിയോ ഒക്കെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് iPhone 7 ആയിരുന്നു കേട്ടോ. 7 Plus അങ്ങനെ ഏതോ ആയിരുന്നു. അത് ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുള്ളൊരു ഫോണായിരുന്നു കേട്ടോ. ഞാൻ മൈലാഞ്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞാൻ തന്നെ വാങ്ങിച്ചൊരു ഫോണായിരുന്നു. പിന്നെ ഇപ്പോൾ തന്നത്, പിന്നെ ഇപ്പോൾ എനിക്ക് ഇക്ക വാങ്ങി തന്നൊരു ഫോണുമാണ്. അങ്ങനെ അപ്പോൾ ഏതായാലും നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. വീഡിയോസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും. HD വേണമെന്നുണ്ടെങ്കിൽ HD, 4K വേണമെന്നുണ്ടെങ്കിൽ 4K, അങ്ങനെയൊക്കെ ഈ ഫോണിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ 4Kയിലാണ് എടുക്കൽ, അപ്പോഴാണ് നല്ലൊരു ക്ലിയർ ഉള്ള പോലെയൊക്കെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ വേറൊരു ഫ്ലാറ്റ് കൂടെ വന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പോയി കയറി നോക്കിയപ്പോൾ ഞാൻ ഇന്നാൾ നോക്കിയ ഫ്ലാറ്റ് തന്നെ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് പോയിട്ടുണ്ടായിരുന്നില്ല. നമുക്കിവിടെ ഒറ്റയടിക്ക് അങ്ങോട്ട് കയറിയിട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. നാത്തൂറിനോട് ചോദിച്ചിട്ടേ നമുക്ക് പോയി നോക്കാൻ പറ്റുള്ളൂ. നമ്മളെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് കുറേ നേരമൊക്കെ നിന്ന് നോക്കുകയൊക്കെ ചെയ്യാം. ആരും ഇല്ലാണ്ട് ഒറ്റക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് പോരും. അപ്പോൾ എന്താ പറയുക, ഇവിടെ സേഫാണ് കേട്ടോ. വിശ്വസിച്ച് നമുക്ക് എവിടെയും പോകാനും വരാനും ഒക്കെ പറ്റും. നമുക്ക് നാട്ടിലത്തെ പോലെ, ഞാൻ നാടിനെ കുറ്റം പറയില്ല കേട്ടോ, എന്നാലും എന്താ പറയുക, ഇവിടെ കുറേ നിയമങ്ങളുള്ളതുകൊണ്ട് എല്ലാവർക്കും പേടിയാവും. നമുക്ക് എന്താ പറയുക, ക്രൈമൊക്കെ ചെയ്യാൻ പേടിയാവുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സേഫായിട്ട് എല്ലായിടത്തും പോയി വരാനൊക്കെ പറ്റും.
അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ ഫ്ലൈറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അവരെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇക്കാൻ്റെ ഷോപ്പിൽ പോയിട്ട് ഇക്കാക്ക് അവരെ നമ്പർ കൊടുക്കുകയാണ്. ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ കിടക്കുന്നത്, ഇവിടെയൊക്കെ അങ്ങനെ ബിൽഡിങ്ങിൻ്റെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്, ഇല്ലാണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ അലമ്പായിട്ടൊന്നും കിടക്കില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇനി ഇൻഷാ അല്ലാ ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട്. അപ്പോൾ എന്താ പറയുക, അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.